ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും അല്ലെങ്കിൽ മിക്കവർക്കും ഇഷ്ടമുള്ള ചെമ്മീൻ മസാലക്കറി ആയിട്ടാണ്. ഇത് നമ്മളൊരു പ്രത്യേക രീതിയിലാണ് വെക്കുന്നത്. പിന്നെ മാത്രമല്ല നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയും കൂടിയാണ് നമ്മുടെ ഈ ഒരു ചെമ്മീൻ മസാലക്കറിക്ക്. അപ്പോൾ നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അതിനായിട്ട് ഞാനൊരു പാൻ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് ഞാൻ 2 ടേബിൾ സ്പൂണോളമുള്ള വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എപ്പോഴും ഇതുപോലത്തെ നാടൻ കറികൾക്കൊക്കെ വെളിച്ചെണ്ണ തന്നെയാണ് രുചി കിട്ടുക. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഞാനിവിടെ 2.5 സവോള ചെറുതായിട്ട് അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് 1 മിനിറ്റോളം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അടുത്തത് ഞാൻ ഇതിനകത്തോട്ട് 2 പച്ചമുളകാണ് അരിഞ്ഞിട്ട് ചേർക്കുന്നത്. അത് നമ്മുടെ എരിവിനനുസരിച്ച് 2-3 പച്ചമുളക് ചേർക്കാം. പച്ചമുളക് ചേർക്കുമ്പോൾ കീറിയിട്ടൊന്ന് ചേർക്കാൻ നോക്കുക. എന്നിട്ട് നമുക്കത് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഞാനിവിടെ 1 ടീസ്പൂണോളമുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ സവോളയുടെ നിരക്ക് മാറി വന്നിട്ടുണ്ട്. അതുപോലെ ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നന്നായിട്ട് തന്നെ അതിൻ്റെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിനകത്തോട്ട് ഞാൻ 3 തക്കാളിയാണ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ വലിയ പുളിയില്ലാത്ത തക്കാളി ആയതുകൊണ്ടാണ് 3 എടുത്തിട്ടുള്ളത്. നിങ്ങളെടുക്കുന്ന തക്കാളിക്ക് അത്യാവശ്യം പുളിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 2 മാത്രം ചേർത്താൽ മതിയാവും. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം ഈ ഒരു കറിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ചെമ്മീൻ്റെ അളവെന്ന് പറയുന്നത് 750 ഗ്രാമോളം ഉള്ള ചെമ്മീനാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വലിയ ചെമ്മീനാണ്. നമുക്ക് വലിയ ചെമ്മീനാണെങ്കിലും ചെറിയ ചെമ്മീനാണെങ്കിലും ഒന്നും കുഴപ്പമൊന്നുമില്ല. ഇതിന് നല്ല രുചി തന്നെയാണ്. ഏത് വലിപ്പത്തിലല്ല കാര്യം, രുചിയിലാണ് കാര്യം. അപ്പോൾ ഇത് ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് മസാലകളൊന്നും പുരട്ടൊന്നും ഇല്ല കേട്ടോ. ഇത് അങ്ങനെ തന്നെ കഴുകി ഒന്ന് വൃത്തിയാക്കി ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് വെച്ചാൽ മാത്രം മതിയാവും. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. നമ്മുടെ തക്കാളി ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ നമ്മുടെ കയ്യിൽ വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുവാണെങ്കിൽ തക്കാളിയൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉടഞ്ഞു കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെയും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുക. ഞാൻ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല. സവോള വഴറ്റിയപ്പോഴും ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഏകദേശം 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സവോളയും തക്കാളിയും എല്ലാം വഴണ്ട് വന്ന് എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിനകത്തോട്ട് അല്പം മസാലപ്പൊടികളൊക്കെ ചേർക്കണം. അപ്പോൾ ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ ഞാൻ ഫ്ലെയിം ലോയിലോട്ട് മാറ്റിയിട്ടാണ് മസാലപ്പൊടികൾ ചേർക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു 1/2 ടീസ്പൂണോളമുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണോളമുള്ള കാശ്മീരി ചില്ലി പൗഡർ, എല്ലാം ടീസ്പൂൺ കണക്കാണ് എടുക്കുന്നത് കേട്ടോ. കാശ്മീരി ചില്ലി പൗഡർ ചേർത്തപ്പോൾ 1 ടീസ്പൂണോളമുള്ള മല്ലിപ്പൊടി തന്നെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഏകദേശം ഒരു 1/2 ടീസ്പൂണോളമുള്ള ഗരം മസാലപ്പൊടി ചേർക്കുക. അപ്പോൾ ഇത്രയും മസാലപ്പൊടികളാണ് ചേർക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു മസാലകളൊക്കെ നല്ല ഒരു മൂത്ത സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ നല്ല തിളച്ച വെള്ളമാണ് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് ഈ ഒരു തക്കാളിയും അതുപോലെ ഈ ഒരു സവോളയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആവാനൊക്കെ വേണ്ടിയിട്ടാണ്. ഒരു തിക്നെസ്സൊക്കെ നമുക്ക് ഗ്രേവി നല്ല കുറുകിയിട്ടാണ് വരേണ്ടത്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് അല്പം വെള്ളം ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കാൻ വേണ്ടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം ചൂടുവെള്ളം തന്നെ ആവാൻ തന്നെ ശ്രദ്ധിക്കുക കേട്ടോ. പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഗ്രേവിയുടെ രുചി അപ്പാടെ അങ്ങ് മാറിപ്പോവും. അപ്പോൾ നമ്മൾ ഒഴിച്ചിട്ടുള്ള വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഞാൻ മൂടിയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല, തുറന്നിട്ട് തന്നെയാണ് ഞാൻ ആ വെള്ളമൊക്കെ വറ്റിച്ചെടുത്തത്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഒന്നിട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഏകദേശം 1 മിനിറ്റോളം തന്നെ സമയമെടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. നമ്മളിതിനകത്ത് ആദ്യത്തെ തൻപാൽ അല്ലെങ്കിൽ 1-ാം പാൽ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ ഒരു 3/4 കപ്പോളം ഉള്ള തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ 2ാമത്തെ പാൽ ഉപയോഗിക്കുന്നേ ഇല്ല. ഈ ഒരു തേങ്ങാപ്പാലിലാണ് നമ്മൾ ഈ ചെമ്മീനൊന്ന് വേവിച്ചെടുക്കുന്നത്. ആ ഒരു ഗ്രേവി തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ, ആ തേങ്ങാപ്പാലിൻ്റെ. അപ്പോൾ ഞാൻ ഈ ഒരു തേങ്ങാപ്പാൽ ആവശ്യത്തിനനുസരിച്ച് നമുക്കതിനകത്ത് ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഈ ഒരു കറി നമുക്ക് മൂടി വെച്ചിട്ട്
8 മിനിറ്റോളെങ്കിലും ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ, ഇടയ്ക്കൊന്ന് മീഡിയം ഇടുക, ഇടയ്ക്കൊന്ന് ലോ ഇടുക. ഒത്തിരി മീഡിയത്തിലായി കഴിഞ്ഞെന്നാൽ പിന്നെ വീണ്ടും നമുക്ക് ഈ ഒരു പാലൊക്കെ വറ്റി കഴിഞ്ഞെന്നാൽ വീണ്ടും വെള്ളമോ പാലോ ഒഴിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഇടയ്ക്കൊന്ന് മീഡിയത്തിലോട്ടും ഇടയ്ക്കൊന്ന് ലോവിലോട്ടും മാറ്റി മാറ്റി ഒരു 8 മിനിറ്റോളം വേവിച്ചെടുക്കാം. പിന്നെ ഈ ഒരു അല്ലെങ്കിൽ ചെമ്മീൻ നമ്മൾ ഓരോ അടുപ്പിനൊക്കെ ഓരോ ഗ്യാസിൻ്റെ ഫ്ലെയിമൊക്കെ വ്യത്യാസമാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ചെമ്മീൻ വെന്തു എന്ന് ഉറപ്പായ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ 8 മിനിറ്റോളം സമയം എനിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, കാരണം ഇടയ്ക്ക് ലോയിലോട്ട് മാറ്റുന്നത് കൊണ്ട്. അപ്പം നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. അതിനകത്തോടെ ഒരു 8 മിനിറ്റ് കഴിഞ്ഞു. നമ്മൾ ഒഴിച്ച ആ തേങ്ങാപ്പാലൊക്കെ ഒന്നും കൂടെ കുറുകി ഈ ഒരു പരുവത്തിനായി വന്നിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടെ ഗരം മസാലപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു സമയത്തൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഞാനിതൊരു സെർവിങ് ബൗളിനകത്തോട്ടൊന്ന് മാറ്റി ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം നല്ല കുറുകിയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് നമ്മുടെ ഗ്രേവി. നല്ല രുചിയാണ് ഇത് കഴിക്കാനായിട്ട്. നമ്മൾ സാധാരണ പ്രോൺസ് റോസ്റ്റും പ്രോൺസ് ഡ്രൈ റോസ്റ്റും അല്ലെങ്കിൽ പ്രോൺസ് ഫ്രൈ ഒക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി ഒരു തവണ ഇതുപോലെ അതൊന്ന് വെച്ച് നോക്കുക. അതുപോലെ എനിക്കറിയാം നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ചക്കക്കുരു ചെമ്മീൻ അല്ലെങ്കിൽ മാങ്ങ ഇട്ടിട്ടൊക്കെ വെക്കാറുണ്ട്. പക്ഷേ ഇതുപോലെ ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, തേങ്ങാപ്പാൽ, ഒന്നാം പാല് മാത്രമാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കുറുകി നല്ല തിക്കായിട്ട് തന്നെ വരുന്നത് വരെ തന്നെ നമുക്ക് ഇളക്കി കൊടുക്കും വേണം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഇതിൻ്റെ മേലെ അല്പം ഒരു മല്ലിയിലയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തികച്ചും ഓപ്ഷണലാണ്. ഞാൻ ഇതിനകത്ത് കറിവേപ്പിലല്ല ചേർത്ത് കൊടുക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബ്രെഡിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, എല്ലാത്തിൻ്റെയും കൂടെ ശരിക്കും മാച്ച് ആവുന്ന ഒരു കറി തന്നെയാണിത്. നല്ലൊരു അടിപൊളി ചെമ്മീൻ കറി തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.